പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഡ്രോൺ ജനവാസ മേഖലയിൽ പതിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ലിജോയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ലിജോ, എന്താണ് ഈ ഫിറോസ്പൂരിലെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരം? ഫിറോസ്പൂരിൽ ഇപ്പോൾ ഒരു ഡ്രോൺ നിലംപതിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതൊരു ജനവാസ മേഖലയിലേക്ക് ആ ഡ്രോൺ പതിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഒരു വീടിൻ്റെ സമീപമാണ് വീണിരിക്കുന്നത്. അവിടെ അത്തരത്തിലൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിക്കേറ്റ ആളുകളെ, ആ വീട്ടിലുള്ള ആളുകളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഫിറോസ്പൂരിൽ പൂർണ്ണമായ ഒരു ബ്ലാക്ക് ഔട്ടിലേക്ക്, പൂർണ്ണമായും അവിടെ വൈദ്യുതി നിശ്ചലമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആ തരത്തിൽ ഉള്ള ആക്രമണം അത് പഞ്ചാബിലായാലും രാജസ്ഥാനിലായാലും ജമ്മു ആൻഡ് കശ്മീരിലായാലും ആ മേഖലയിൽ അത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതായത് സമാനമായി ഇന്ന് ആർമി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സൈന്യം വ്യക്തമാക്കിയതുപോലെ ജനവാസ മേഖലയിലേക്ക് ആക്രമണം നടത്തുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവിടേക്ക് ഡ്രോണുകൾ പറത്തിവിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫിറോസ്പൂരിലേക്ക് ഡ്രോൺ വീണിരിക്കുന്നു. ഫിറോസ്പൂരിൽ ഒരു വീടിന് സമീപം ഡ്രോൺ വീണിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സൈന്യം വ്യക്തമാക്കിയതുപോലെ അതായത് ആളുകളെ അല്ലെങ്കിൽ വിമാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലാഹോറിൽ നിന്ന് വിമാനങ്ങൾ പറന്നു വരികയും അത് മറ്റ് ഇസ്ലാമാബാദിലേക്കും അതോടൊപ്പം തന്നെ കറാച്ചിയിലേക്കും വിമാനങ്ങൾ പറത്തി വിട്ടുകൊണ്ട് അതിന് സമീപത്തുള്ള, അതായത് അത് സ്വാഭാവികമായി രാജസ്ഥാൻ്റെ അതിർത്തിയാണ്. ഈ രാജസ്ഥാൻ അതിർത്തി കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണം ആണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ആദ്യ ഘട്ടത്തിൽ സിവിലിയൻ വിമാനങ്ങൾ, സാധാരണക്കാർ യാത്ര ചെയ്യുന്ന വിമാനങ്ങൾ പറത്തിവിടുകയും അതിന് പിന്നാലെ അതിന് പുറകിൽ അതിന് മറപറ്റിക്കൊണ്ട് ആക്രമണം നടത്തുന്ന തരത്തിലേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ മാറുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഫിറോസ്പൂരിൽ ഇപ്പോൾ ഡ്രോൺ ആക്രമണം ശ്രമം ഉണ്ടാവുകയും അതിൽ ഒരു ഡ്രോൺ നിലത്തേക്ക് പതിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പൂർണ്ണമായും ഒരു പ്രതിരോധ സംവിധാനത്തിൽ ഊതിക്കൊണ്ടാണ് ഇന്നിപ്പോൾ രാജ്യം മുമ്പോട്ട് പോകുന്നത്, സൈന്യം മുമ്പോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രോൺ നിലം പതിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അവന്തിപുരയിൽ ഡ്രോൺ വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തകൾ വരുന്നു. അമൃത്സറിൽ കനത്ത വെടിവെപ്പ് നടക്കുന്നു എന്നുള്ള വാർത്തകൾ പറഞ്ഞു. അതായത് ഒരേ സമയം കഴിഞ്ഞ ദിവസം നടത്തിയതുപോലെ തന്നെ വലിയ തോതിലുള്ള ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമം നടത്തുന്നു. അതിൽ ഇപ്പോൾ അത് പൂർണ്ണമായും അത് തകർത്തുന്ന തരത്തിലേക്ക് ഇപ്പോൾ ശ്രമം ഉണ്ടാവുന്നുണ്ട്. അത് സൈന്യം ആ തരത്തിലാണ് അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്.